بسم الله الرحمن الرحيم ولقد آتينا داود منا فضلا يا جبال أوبي معه الطير وألنا له الحديد أن اعمل سابغات وقدر في السرد واعملوا صالحا إني بما تعملون بصير صدق الله العظيم. സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് ജീവിക്കാനാണ് സത്യവിശ്വാസികളായി നമുക്ക് ഈ ഭൗതിക ലോകത്ത് ഒരു ജീവിതം അനുവദിച്ചിരിക്കുന്നത്. നാം ഓരോരുത്തരും അല്ലാഹുവിന്റെ വിധിവിലക്കുകളുടെ ജീവിതത്തിൽ കൃത്യമായി പാലിക്കുന്നതിന്റെ കൂട്ടത്തിൽ നാം ചെയ്തു കൂട്ടിയ സൽക്കർമ്മങ്ങളും സുഹൃതങ്ങളും ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെടുത്തി കളയാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു ഭാഗത്ത് നമ്മുടെ ജീവിതത്തിൽ സുഹൃതങ്ങളും സൽക്കർമ്മങ്ങളുമുണ്ട്, മറ്റൊരു ഭാഗത്ത് തിന്മകളും പാപങ്ങളുമുണ്ട് എങ്കിൽ നാം പ്രവർത്തിക്കുന്ന ഈ പാപങ്ങളും തിന്മകളും അധർമ്മകരമായ കാര്യങ്ങളും നമ്മുടെ സുഹൃതങ്ങളെ സൽക്കർമ്മങ്ങളെ നഷ്ടപ്പെടുത്തി കളയും. നമ്മുടെ ജീവിതത്തിൽ നിന്ന് പാപങ്ങളും തിന്മകളും ഒഴിവാക്കാൻ വേണ്ടി നാം ഹൃദയത്തിൽ ആർജിച്ചെടുക്കേണ്ടുന്ന മഹത്തായ ഒരു ഗുണമാണ് അല്ലാഹുവിനെ കുറിച്ചുള്ള ഭയം അഥവാ തഖ്വ. ഹൃദയത്തിൽ അല്ലാഹുവിനെ കുറിച്ചുള്ള പേടിയും ഭയവും ഉണ്ട് എങ്കിൽ പാപങ്ങളും തിന്മകളും പ്രവർത്തിക്കാനുള്ള സാഹചര്യങ്ങൾ വരുമ്പോഴും ആ പാപങ്ങളിൽ നിന്നും തിന്മകളിൽ നിന്നും ജീവിതത്തെ പരിശുദ്ധമാക്കാൻ സാധ്യമാകും. ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്ത് കാലത്ത് ഒരു യുവാവ് മസ്ജിദ് നബവിയിൽ കൃത്യമായി 5 നേരം നമസ്കാരത്തിന് ഹാജരാകുമായിരുന്നു. അദ്ദേഹത്തിന്റെ വീട്ടിന്റെയും മസ്ജിദ് നബവിയുടെയും ഇടയിൽ ഒരു വീട്ടിൽ യുവതിയായ ഒരു പെൺകുട്ടി താമസിച്ചിരുന്നു. ആ യുവാവിന്റെ നടത്തം പെൺകുട്ടി വീട്ടിന്റെ ഉള്ളിൽ നിന്ന് കാണുകയും ആ പെൺകുട്ടിയുടെ ഹൃദയത്തിൽ ആ യുവാവിനോടുള്ള സ്നേഹവും പ്രണയവും വർദ്ധിക്കുകയും ചെയ്തു. ഒരു ദിവസം ആ യുവാവ് മസ്ജിദ് നബവിയിൽ നിന്ന് ഇശാ കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുമ്പോൾ ആ പെൺകുട്ടി അവസരം പാർത്ത് വീട്ടിലിരിക്കുകയായിരുന്നു. ആ യുവാവിനെ വീട്ടിലേക്ക് ക്ഷണിച്ചു. എന്തെങ്കിലും സന്നിഗ്ധ ഘട്ടമായിരിക്കും എന്ന് ചിന്തിച്ചുകൊണ്ട് ആ യുവാവ് പെൺകുട്ടിയുടെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് വീട്ടിന്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചപ്പോൾ ആ പെൺകുട്ടി വീട്ടിന്റെ കവാടം അടയ്ക്കുന്നതാണ് കാണുന്നത്. യുവാവിന്റെ ഹൃദയത്തിൽ പ്രത്യേകമായി പേടിയും ബേജാറും ഉടലെടുത്തു. ആ യുവാവ് ബോധരഹിതനായി നിലംപതിച്ചു. പെൺകുട്ടിയും ഭയന്ന് അന്താളിച്ചു പോയി. വീട്ടിലുണ്ടായിരുന്ന ജോലിക്കാരെയും പരിചാരകരെയും വിളിച്ചു. ആ യുവാവിനെ ഉണർത്താൻ ശ്രമിച്ചു എങ്കിലും അദ്ദേഹം ഉണരുന്നില്ല. പെട്ടെന്ന് തന്നെ ഈ ജോലിക്കാരോട് വീട്ടുകാരെ അറിയിക്കാൻ പറഞ്ഞു. വീട്ടിൽ നിന്ന് ഉപ്പയും ബന്ധുമിത്രാദികളും ആ പെൺകുട്ടി താമസിച്ച വീട്ടിലേക്ക് വന്നെത്തുകയുണ്ടായി. ഉപ്പ മകന്റെ മുഖത്ത് വെള്ളം തളിച്ചു. മകൻ അബോധാവസ്ഥയിൽ നിന്ന് ഉണർന്ന് ബോധവാനായി. ഈ സന്ദർഭത്തിൽ മകനോട് ചോദിച്ചു, മോനെ എന്താ സംഭവിച്ചത്? മകൻ പറയുകയുണ്ടായി, പെൺകുട്ടിയാണ് എങ്കിൽ മോശമായ കാര്യത്തിന് വേണ്ടി എന്റെ വീട്ടിന്റെ ഉള്ളിലേക്ക് പ്രവേശിപ്പിച്ചു. ഈ സന്ദർഭത്തിൽ എന്റെ ഹൃദയത്തിലേക്ക് ഒരായത്ത് ഓടിയെത്തി. അല്ലാഹുവിനെ കുറിച്ചുള്ള ഭയം നിമിത്തം ഞാൻ അറിയാതെ ബോധരഹിതനായി താഴേക്ക് നിലംപതിച്ചതാണ്. പിതാവ് ചോദിച്ചു, ഏത് ആയത്താണ് ഈ സന്ദർഭത്തിൽ എന്റെ ഹൃദയത്തിലേക്ക് ഓടിയെത്തിയത്? ആ യുവാവ് പാരായണം ചെയ്യുകയുണ്ടായി. ഇന്നല്ലദീന തഖവൂ ഇദാ മസ്സഹും ത്വാഇഫും മിനശ് ശൈത്താൻ
تذكروا فإذا هم مبصرون إن الذين اتقوا തീർച്ചയായും ഹൃദയത്തിൽ അല്ലാഹുവിനെ കുറിച്ചുള്ള ഭയം നേടിയെടുത്തവർ إذا مسهم طائف من الشيطان പിശാച് അവന്റെ ഹൃദയത്തിൽ കടന്നുകൂടി ദുഷ്വികാര വിചാരങ്ങൾ ഇട്ടുകൊടുക്കുമ്പോൾ അവൻ ഓർക്കും അവൻ കാണുകയും ചെയ്യും. എന്റെ ഹൃദയത്തിൽ ഉടലെടുത്ത ഈ വികാര വിചാരങ്ങൾ പൈശാചിക ദുർബോധനമാണ്, ഇതിനനുസരിച്ച് പ്രവർത്തിക്കൽ നിഷിദ്ധമാണ്. തോന്നിയിട്ട് ആ യുവാവ് വീണ്ടും ബോധരഹിതനായി താഴേക്ക് നിലംപതിച്ചു. പിതാവും ബന്ധുമിത്രാദികളും അവിടെ ഒരുമിച്ച് കൂടിയിരുന്ന ആൾക്കാരും വെള്ളം തളിച്ച് ആ യുവാവിനെ ബോധവാനാക്കാൻ ശ്രമിച്ചു. എങ്കിലും അവരുടെ ശ്രമം വിഫലമായി പോയി. എല്ലാവർക്കും മനസ്സിലായി ആ യുവാവ് അല്ലാഹുവിന്റെ അടുക്കലേക്ക് യാത്രയായിരിക്കുകയാണ്, മരണപ്പെട്ടിരിക്കുകയാണ്. രാത്രി തന്നെ അവർ ജനാസയെ കുളിപ്പിച്ചു, കഫൻ ചെയ്തു, ദഫൻ ചെയ്തു. സുബഹിയായപ്പോ മസ്ജിദുൻ നബവിയിൽ നമസ്കാരത്തിന് നേതൃത്വം നൽകിയതിനു ശേഷം ഖലീഫത്തുൽ മുസ്ലിമീൻ ഉമർ റളിയല്ലാഹു അൻഹു എല്ലാ ദിവസവും തന്റെ പിന്നിൽ നമസ്കരിക്കാനുണ്ടായിരുന്ന യുവാവിനെ കാണാതെയായപ്പോ അന്വേഷിച്ചു. കൂട്ടുകാര് പറഞ്ഞു, അദ്ദേഹം ഇന്നലെ രാത്രി മരണപ്പെട്ടു. രാത്രി തന്നെ അദ്ദേഹത്തിന് ഖബറടക്കുകയും ചെയ്തു. ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ മരണവാർത്ത എന്നെ അറിയിക്കാതിരുന്നത്? കൂട്ടുകാർ പറഞ്ഞു, പെട്ടെന്ന് തന്നെ അടക്കേണ്ടുന്ന സാഹചര്യം ഉണ്ടായതുകൊണ്ട് പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിന് മറമാടിയതാണ്. ഖലീഫത്തുൽ മുസ്ലിമീൻ ഉമർ റളിയല്ലാഹു അൻഹു കൂട്ടുകാരുമായി ആ ഖബർസ്ഥാനിൽ ഹാജരായി. ആ യുവാവിന്റെ പിതാവും ബന്ധുമിത്രാദികളും ആ കുട്ടിക്കുണ്ടായ ആ യുവാവിനുണ്ടായ മരണത്തിന്റെ കാരണത്തെക്കുറിച്ച് വിവരിച്ച് കേൾപ്പിച്ചു. ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഖബറിന്റെ ഉള്ളിൽ കിടക്കുന്ന ആ യുവാവിനോട് അഭിസംബോധന ചെയ്തുകൊണ്ട് പറയുകയുണ്ടായി, അല്ലാഹുവിന്റെ ഭയത്താൽ നീ പാപം ചെയ്യാനുള്ള സാഹചര്യമുണ്ടായപ്പോ പാപത്തിൽ നിന്ന് ഒഴിവായി എന്ന് മാത്രമല്ല, അല്ലാഹുവിന്റെ ഭയം കൊണ്ട് നിന്റെ ശരീരത്തിൽ നിന്ന് ജീവൻ തന്നെ വേർപിരിഞ്ഞു എങ്കിൽ അല്ലാഹു നിനക്ക് ഇതിന് പകരമായി 2 സ്വർഗമാണ് നൽകുന്നത്. എന്നിട്ട് ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു വിശുദ്ധ ഖുർആനിലെ ആയത്തിനെ ഓതുകയുണ്ടായി, വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ. ഏതൊരാൾ അല്ലാഹുവിന്റെ സ്ഥാനവലിപ്പങ്ങളെ പേടിക്കുന്നുവോ അവന് 2 സ്വർഗമാണ് അല്ലാഹു തയ്യാറാക്കി വച്ചിരിക്കുന്നത്. ഖബറിന്റെ ഉള്ളിൽ നിന്ന് ആ യുവാവിന്റെ ശബ്ദം എല്ലാവരും കേട്ടു. തീർച്ചയായും അല്ലാഹു ആ 2 സ്വർഗം എനിക്ക് നൽകി കഴിഞ്ഞു. ഇവിടെ ഒരു യുവാവിന്റെ മുന്നിൽ പാപം ചെയ്യാനുള്ള എല്ലാ സാഹചര്യവുമുണ്ട്. ആ പെൺകുട്ടിയിൽ നിന്ന് സമ്മർദ്ദവുമുണ്ട്. എന്നാൽ ഹൃദയത്തിൽ നേടിയെടുത്ത തഖ്വ നിമിത്തം ആ പാപത്തിൽ നിന്ന് തന്റെ ജീവിതത്തെ മുക്തമാക്കി ഈ ദുനിയാവിൽ നിന്ന് യാത്രയാകുകയാണ്. ഇന്ന് നമ്മുടെ വീടുകളിലും കുടുംബങ്ങളിലും പ്രദേശങ്ങളിലും താമസിക്കുന്ന യുവാക്കൾക്ക് പാപം ചെയ്യാനുള്ള എല്ലാ സാഹചര്യങ്ങളുമുണ്ട്. ഹൃദയത്തിൽ നിന്ന് പൊന്തി വരുന്ന വികാര വിചാരങ്ങളെ സായോജ്യമടക്കാനുള്ള സാഹചര്യങ്ങൾ രക്ഷകർത്താക്കൾ തന്നെ ഒരുക്കി കൊടുത്തിരിക്കുകയാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ നാം ഓരോരുത്തരും ഈ യുവാവിന്റെ സംഭവത്തിൽ നിന്ന് ഗുണപാഠം ഉൾക്കൊള്ളേണ്ടതായിട്ടുണ്ട്. ഇമാം ശാഫിഈ അലൈഹി റഹ്മത്തുള്ളാഹി അദ്ദേഹത്തിന്റെ രാജ്യം ഭരിക്കുന്ന ചക്രവർത്തി ഭാര്യയുമായി വലിയ സ്നേഹത്തിലായിരുന്നു, പ്രണയത്തിലായിരുന്നു. രാജാവിന്റെയും ഭാര്യയുടെയും ഇടയിൽ സൗന്ദര്യപ്പിണക്കമുണ്ടായി. ഭർത്താവായ ചക്രവർത്തി ഭാര്യയെ അനുനയിപ്പിക്കാൻ പല നിലയിൽ ശ്രമം നടത്തിയെങ്കിലും ആ ശ്രമമൊക്കെ വിഫലമായി പോയി. ഒരു ദിവസം രാജാവ് ഭാര്യയെ അനുനയിപ്പിക്കാൻ വേണ്ടി നല്ല നിലയിൽ ശ്രമിച്ചു. ഭാര്യയ്ക്ക് ദേഷ്യം വന്നു. എടാ ജഹന്നമി, എടാ നരകവാസി, ഇറങ്ങിപ്പോ എന്ന് പറഞ്ഞു. ഭർത്താവിന് ദേഷ്യം വന്നു. ഭർത്താവ് രാജ്യം ഭരിക്കുന്ന ചക്രവർത്തിയാണ്. ഭർത്താവ് പറഞ്ഞു, ഞാൻ ജഹന്നമിയാണ് എങ്കിൽ, ഞാൻ നരകവാസിയാണ് എങ്കിൽ നീ
പ്രത്യാഘാതങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഖേദിക്കാറുണ്ട്. ഇവിടെ 3 തലാഖ് ചൊല്ലി രണ്ടുപേരും 2 മുറിയിൽ മാറി താമസിക്കേണ്ടി വന്നു. രാത്രിയെല്ലാം ഭാര്യ അങ്ങേയറ്റം വിഷമത്തിലായി. എനിക്കെന്തെങ്കിലും സ്ഥാനമുള്ളത് രാജാവിന്റെ ഭാര്യയായതുകൊണ്ടാണ്. രാജാവ് ചിന്തിക്കാൻ തുടങ്ങി, എനിക്കിതുപോലെ നല്ലൊരു ഭാര്യ എവിടെ നിന്ന് കിട്ടാനാണ്. രണ്ടുപേരും രാത്രി 2 മുറിയിൽ താമസിച്ച് ഉറങ്ങാതെ കിടന്നു. രാവിലെയായപ്പോ ചക്രവർത്തി ആ രാജ്യത്തുണ്ടായിരുന്ന മുഴുവൻ പണ്ഡിതന്മാരെയും ഒരുമിച്ച് കൂട്ടി. തന്നിൽ നിന്ന് സംഭവിച്ചു പോയ തലാഖിനെ കുറിച്ച് ആ പണ്ഡിതന്മാർ ധരിപ്പിച്ചു. പണ്ഡിതന്മാരോട് ചോദിച്ചു, ഞാൻ മുഖയ്യതായ തലാഖാണ് ചൊല്ലിയത്, ഞാൻ നരകവാസിയാണെങ്കിൽ 3 തലാഖ് എന്നാ പറഞ്ഞത്. പണ്ഡിതന്മാര് ചോദിച്ചു, എങ്ങനെയാണ് നിങ്ങൾ നരകവാസിയാണോ സ്വർഗവാസിയാണോ എന്ന് നാം തീരുമാനിക്കുന്നത്? ഇമാം ശാഫിഈ അലൈഹി റഹ്മ മജ്ലിസിൽ നിശബ്ദനായിരിക്കുന്നത് കണ്ടപ്പോൾ ചക്രവർത്തി ചോദിച്ചു, നിങ്ങളുടെ വീക്ഷണം എന്താണ്? ഇമാം ശാഫിഈ അലൈഹി റഹ്മ രാജാവിനോട് ചോദിച്ചു, നിങ്ങളുടെ ജീവിതത്തിന്റെ സായംസന്ധിയിൽ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ പാപം ചെയ്യാനുള്ള എല്ലാ സാഹചര്യവും ഉണ്ടായിരുന്നിട്ട് അല്ലാഹുവിനെ കുറിച്ചുള്ള ഭയം നിമിത്തം ആ പാപത്തിൽ നിന്ന് ഒഴിവായിട്ടുണ്ടോ? രാജാവ് ചിന്തിച്ചിട്ട് പറഞ്ഞു, അതേ, എന്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു സന്ദർഭം ഉണ്ടായിട്ടുണ്ട്. എന്റെ രാജകൊട്ടാരത്തിലെ വേലക്കാരി തൂപ്പുകാരിയായ സ്ത്രീ ഒരു ദിവസം ഞാൻ റൂമിൽ കിടക്കുമ്പോൾ എന്റെ റൂം അടിച്ചു വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ അവളുടെ സൗന്ദര്യം തുളുമ്പുന്ന മുഖത്തിലേക്ക് ഞാൻ നോക്കുകയും എന്റെ ഹൃദയത്തിൽ അവളോട് പാപിക്കണം എന്ന ചിന്ത ഉടലെടുക്കുകയും ചെയ്തു. ഞാൻ റൂമിലെ കവാടങ്ങൾ അടച്ചു. അവളുമായി മോശമായ വൃത്തിയിൽ ഏർപ്പെടാൻ വേണ്ടി ഉദ്ദേശിച്ചപ്പോ എന്റെ ചാബല്യങ്ങളിൽ നിന്നും ചലനങ്ങളിൽ നിന്നും അവൾ വായിച്ചെടുത്തു. എന്നുമായി മോശമായ ബന്ധം സ്ഥാപിക്കാൻ ചക്രവർത്തി ആഗ്രഹിക്കുകയാണ്. എന്റെ റൂമിൽ അടിച്ചു വൃത്തിയാക്കിക്കൊണ്ടിരുന്ന തൂപ്പുകാരിയായ ആ സ്ത്രീ പറഞ്ഞു, ഇത്തത്തില്ല, നീ അല്ലാഹുവിനെ പേടിക്കും. എനിക്ക് പാപം ചെയ്യാൻ എല്ലാ നിലയിലും സാഹചര്യമുണ്ട്. ഞാൻ രാജ്യത്തിന്റെ ചക്രവർത്തിയാണ്. എന്നെ ചോദ്യം ചെയ്യാൻ ആരുമില്ല. എന്നാൽ ആ സ്ത്രീ പറഞ്ഞ വാക്ക് എന്റെ ഹൃദയത്തിന്റെ ആഴത്തട്ടിലേക്ക് തളച്ചു കയറി. ഞാൻ അല്ലാഹുവിനെ കുറിച്ചുള്ള ഭയം നിമിത്തം ആ പാപത്തിൽ നിന്ന് ഒഴിവായി വാതിൽ തുറന്നവൾ പുറത്തേക്ക് വിട്ടു. ഇമാം ശാഫിഈ അലൈഹി റഹ്മ പറയുകയുണ്ടായി, നിങ്ങളുടെ 3 തലാഖ് സംഭവിച്ചിട്ടില്ല, നിങ്ങൾ സ്വർഗവാസിയാണ്. പണ്ഡിതന്മാരൊക്കെ ചോദിച്ചു, ഇമാം ശാഫിഈ ഇപ്പോൾ ജനങ്ങളെ സ്വർഗവാസികളും നരകവാസികളും ആക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയോ? ഇമാം ശാഫിഈ അലൈഹി റഹ്മ പറഞ്ഞു, ഞാനല്ല അദ്ദേഹത്തിനെ സ്വർഗവാസിയാക്കിയത്, വിശുദ്ധ ഖുർആനാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നുണ്ട്, ഫഅമ്മാ മൻ ഖാഫ മഖാമ റബ്ബിഹി വനഹ നഫ്സ അനിൽ ഹവാ ഫഇന്നൽ ജന്നത ഹിയൽ മഅവാ. ഫഅമ്മാ മൻ ഖാഫ മഖാമ റബ്ബിഹി, ഏതൊരാൾ തന്റെ രക്ഷിതാവിന്റെ സ്ഥാന വലിപ്പങ്ങളെ മനസ്സിലാക്കി ഭയന്നുവോ, വനഹ നഫ്സ അനിൽ ഹവാ, എന്നിട്ട് ശാരീരിക ഇച്ഛകളിൽ നിന്നവൻ ഒഴിവായോ, ഫഇന്നൽ ജന്നത ഹിയൽ മഅവാ, തീർച്ചയായും അവന്റെ സങ്കേതം സ്വർഗമാണ്. ഇവിടെ രാജാവിന്റെ ഹൃദയത്തിൽ അല്ലാഹുവിനെ കുറിച്ചുള്ള പേടിയുണ്ടായപ്പോ അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ നിന്ന് പൊന്തി വന്ന വിചാരങ്ങളെ അടിച്ചമർത്തുകയാണ് ചെയ്തത്. ഹൃദയത്തിൽ അല്ലാഹുവിനെ കുറിച്ചുള്ള ഭയമുണ്ട് എങ്കിൽ പാപങ്ങൾ ചെയ്യാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോഴും ആ പാപങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും. തഖ്വയുടെ 5 പ്രയോജനങ്ങൾ വിശുദ്ധ ഖുർആനിൽ സൂറത്ത് തലാഖിൽ ഒരു സൂറത്തിൽ അല്ലാഹു വിശദീകരിക്കുകയാണ്. വ്യത്യസ്തമായ സൂറത്തുകളിൽ ധാരാളം പ്രയോജനങ്ങൾ തഖ്വയ്ക്ക് അല്ലാഹു വിശദീകരിക്കുന്നുണ്ട്. ഇമാം ഗസാലി അലൈഹി റഹ്മ തന്റെ ജീവിതത്തിൽ അവസാനം എഴുതിയ ഒരു ഗ്രന്ഥമുണ്ട്, മിൻഹാജുൽ ആബിദീൻ. ആ ഗ്രന്ഥത്തിൽ ഖുർആനിൽ വന്നിരിക്കുന്ന തഖ്വയുടെ 12 പ്രയോജനങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. സൂറത്ത് തലാഖിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തഖ്വയുടെ പേരിൽ കിട്ടുന്ന 5 പ്രയോജനങ്ങൾ വിശദീകരിക്കുകയാണ്. ഒരു മനുഷ്യൻ തന്റെ ഹൃദയത്തിൽ അല്ലാഹുവിനെ കുറിച്ചുള്ള ഭയം ആർജിച്ചെടുത്തു
കൊടുത്തു, എന്നിട്ട് പാപങ്ങളിൽ നിന്ന് ജീവിതത്തെ മുക്തമാക്കിയെങ്കിൽ അദ്ദേഹത്തിന് കിട്ടുന്ന ഒന്നാമത്തെ പ്രയോജനം ആരെങ്കിലും ഹൃദയത്തിൽ തഖ്വ നേടിയെടുത്തു എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അയാൾക്ക് മാർഗങ്ങൾ തുറന്നു കൊടുക്കും. ഒന്ന്, പ്രതിസന്ധിയുടെയും ബുദ്ധിമുട്ടിന്റെയും മാർഗങ്ങൾ തുറന്ന് എളുപ്പത്തിന്റെയും സൗകര്യങ്ങളുടെയും വാതിലുകൾ തുറന്നു കൊടുക്കും. മറ്റൊന്ന്, പാപങ്ങൾ ചെയ്യാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പാപങ്ങളിൽ നിന്ന് മോചിക്കാനുള്ള അവസരം ഒരുക്കി കൊടുക്കും. മുത്തഖീങ്ങൾ പാപങ്ങൾ ചെയ്തുകൊണ്ട് കഴിയുന്ന ആൾക്കാർക്ക് പാപം ചെയ്യാനുള്ള സാഹചര്യങ്ങൾ കൂടുതൽ വരികയും അവര് പാപം ചെയ്യുകയും അങ്ങനെ നശിച്ച് നാമാവശേഷമാകുകയും ചെയ്യും. ബനൂ ഇസ്രാഈലിലുണ്ടായിരുന്ന ചരിത്ര സംഭവം അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ബഖറയിലും സൂറത്തുൽ അറാഫിലും വിശദീകരിക്കുന്നുണ്ട്. അസ്ഹാബു സബത്ത് എന്നാണ് ആ ചരിത്ര സംഭവത്തിന്റെ പേര് തന്നെ. ബനൂ ഇസ്രാഈലിൽപ്പെട്ട ഒരു വിഭാഗം ജനങ്ങള് സമുദ്രതീരത്തുണ്ടായിരുന്ന ഒരു പട്ടണത്തിൽ താമസിച്ചിരുന്നു. അവരുടെ ജോലിയാണ് എങ്കിൽ മത്സ്യബന്ധനമായിരുന്നു. ശനിയാഴ്ച ദിവസമാണ് ആഴ്ചയിൽ അവർക്ക് ആരാധനയ്ക്ക് വേണ്ടി നിശ്ചയിക്കപ്പെട്ടിരുന്ന ദിവസം. നമുക്ക് വെള്ളിയാഴ്ച നിശ്ചയിക്കപ്പെട്ടതുപോലെ ആ ശനിയാഴ്ച ദിവസം അവർക്ക് മത്സ്യബന്ധനം വിലക്കേർപ്പെടുത്തപ്പെട്ടിരുന്നു. മത്സ്യബന്ധനത്തിൽ ഏർപ്പെടാൻ പാടില്ല. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് പരീക്ഷണം നൽകുകയുണ്ടായി. എന്തുകൊണ്ടാണ്? അവർ അധർമ്മകാരികളായതുകൊണ്ട് ശനിയാഴ്ച ദിവസം നോക്കുമ്പോ സമുദ്രത്തിന്റെ പ്രതലത്തിൽ മത്സ്യങ്ങൾ തലപൊക്കി നിൽക്കുന്നതാണ് അവർ കാണുന്നത്. ഒരാഴ്ചയായി, രണ്ടാഴ്ചയായി, ഒരു മാസമായി, ഏതാനും മാസമായപ്പോ ശനിയാഴ്ച ദിവസം സമുദ്രത്തിന്റെ പ്രതലത്തിൽ കാണുന്ന മത്സ്യങ്ങൾ മറ്റു ദിവസം കാണാതെയായപ്പോ ശനിയാഴ്ച ദിവസം മത്സ്യബന്ധനം വിലക്കേർപ്പെടുത്തപ്പെട്ടിരിക്കുകയാണ്. അവർ കുതന്ത്രം പ്രയോഗിച്ചു. ശനിയാഴ്ച മത്സ്യവേട്ടയിൽ നിന്ന് ഒഴിവായി വല സമുദ്രത്തിൽ അവർ വിരിച്ചു. എന്നിട്ട് അതിന് കുരുക്കുണ്ടാക്കി വെച്ചു. ഞായറാഴ്ച പോയി അവർ മത്സ്യവേട്ട നടത്തുമായിരുന്നു. ഞായറാഴ്ച നോക്കുമ്പോ വലയിൽ നിറച്ചു മത്സ്യങ്ങൾ കുരുങ്ങിയിട്ടുണ്ട്. ഇത് പ്രവർത്തിച്ചപ്പോ സാത്വികന്മാര്, സാലിഹീങ്ങൾ അവരോട് ഉപദേശിക്കുകയുണ്ടായി. നിങ്ങളോട് ഇത് വിലക്കേർപ്പെടുത്തപ്പെട്ട കാര്യമാണ്. പടച്ചവന്റെ ശിക്ഷ വരും. പടച്ചവൻ നിങ്ങളെ നശിപ്പിക്കും. ഒരു വിഭാഗം സാലിഹീങ്ങൾ പ്രബോധകരോട് ചോദിക്കുകയുണ്ടായി, എന്തിനായി ഉമർ ഉപദേശിക്കുന്നത്? ഉമർ നന്നാവത്തില്ല. ഇവർക്ക് പടച്ചവന്റെ നാശവും ശിക്ഷയും വരിക തന്നെ ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ടിരുന്ന ആ ജനസമൂഹത്തിലെ കുരങ്ങുകളായി കോലം പറിക്കുകയുണ്ടായി. ഒരു ദിവസം പ്രഭാതത്തിൽ നോക്കുമ്പോൾ ഒരു ഭാഗത്ത് താമസിച്ചിരുന്ന ജനങ്ങളൊന്നും പുറത്തേക്ക് ഇറങ്ങുന്നില്ല. അവിടെ ശബ്ദം കേൾക്കുന്നില്ല, കുട്ടികളുടെ കരച്ചിൽ കേൾക്കുന്നില്ല, കുട്ടികളൊന്നും പുറത്ത് കാണുന്നില്ല. എല്ലാവരും പോയി, സാലിഹീങ്ങൾ പോയി നോക്കുമ്പോ കുരങ്ങന്മാരായി അവരെ കോലം പറിക്കപ്പെട്ടിരിക്കുകയാണ്. അല്ലാഹു ഖുർആനിൽ സൂറത്തുൽ അറാഫിൽ ഈ സംഭവം പറയുന്നുണ്ട്. വസ്അൽഹും അനിൽ ഖറിയതി അല്ലതി കാനത് ഹാദിറത്തൽ ബഹരി ഇദ് യഅദൂന ഫിസ്സബ്തി ഇദ് തഅതീഹിം ഹീതാനുഹും യൗമ സബ്തിഹിം ശുർഅൻ വയൗമ ലാ യസ്ബിതൂന ലാ തഅതീഹിം കദാലിക നബ്ലുഹും ബിമാ കാനൂ യഫ്സുഖൂൻ വഇദ് ഖാലത് ഉമ്മത്തും മിൻഹും ലിമ തഅബൂന ഖൗമൻ ഇല്ലാഹു മുഹ്ലികുഹും ഔ മുഅദ്ദിബുഹും അദാബൻ ശദീദാ ഖാലൂ മഅദിറതൻ ഇലാ റബ്ബികും വലഅല്ലഹും يحذرون فلما نسوا ما ذكروا به أنجينا
التي ഒരു പട്ടണത്തിന്റെ ചരിത്ര സംഭവം كانت حاضرة البحر അവർ സമുദ്രത്തിന്റെ ഓരത്തായിരുന്നു താമസിച്ചിരുന്നത് ഇത് يعدون في السبت ശനിയാഴ്ച ദിവസം അവർ പരുതി ലംഘിച്ചപ്പോൾ ഇത് തർത്തീഹിം ഹീതാരും മത്സ്യങ്ങൾ സമുദ്രത്തിന്റെ മുകളിലേക്ക് തലപൊന്തി നിന്നപ്പോ ആ ശനിയാഴ്ച ദിവസം ആചാരത്തിനു വേണ്ടി അനുഷ്ഠാനങ്ങൾക്ക് വേണ്ടി അല്ലാഹു നിശ്ചയിച്ചിരുന്നു ആ ശനിയാഴ്ച ദിവസം സമുദ്രത്തിന്റെ മുകളിലേക്ക് മത്സ്യങ്ങൾ തലപൊന്തി നിന്നപ്പോ ശനിയാഴ്ചയല്ലാത്ത ദിവസങ്ങളിൽ മത്സ്യങ്ങൾ സമുദ്രത്തിന്റെ മുകളിൽ കാണില്ല സമുദ്രത്തിന്റെ വെള്ളത്തിന്റെ അടിയിലായിരിക്കും അല്ലാഹു പറഞ്ഞാൽ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം ഇപ്രകാരം അവർക്ക് പാപം ചെയ്യാനുള്ള സാഹചര്യങ്ങൾ നൽകി നാം പരീക്ഷിച്ചു എന്തുകൊണ്ടാണ് അവര് അധർമ്മകാരികളായതുകൊണ്ട് മനുഷ്യൻ പാപങ്ങളുടെ അടിക്കുകളായി കഴിഞ്ഞാൽ പാപം ചെയ്യാനുള്ള സാഹചര്യം കൊണ്ട് അല്ലാഹു ഭരിച്ചു പാപം ചെയ്ത് അവനെ അല്ലാഹു കൈകാര്യം ചെയ്തു മുത്തഖീങ്ങളാണെങ്കിൽ അവർ പാപം ചെയ്യാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കില്ല യാദർശികമായി സാഹചര്യങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ ആ പാപത്തിൽ നിന്ന് അല്ലാഹു രക്ഷ നൽകുകയും ചെയ്യും യൂസുഫ് നബി അലൈഹിസ്സലാമിനെ പോലെ സുലൈഖ ബീവി പാപത്തിന് വേണ്ടി ക്ഷണിച്ചു എന്നാൽ ആ പാപത്തിൽ നിന്ന് മുക്തമാകാനുള്ള സൗകര്യങ്ങൾ അല്ലാഹു ഒരുക്കി കൊടുത്തു കവാടങ്ങൾ അദ്ദേഹത്തിന്റെ മുന്നിൽ തുറന്നു രക്ഷപ്പെടുകയും كذلك نبلوهم بما كانوا يفسقون وإذ قالت أمة منهم അവരിൽ നിന്ന് പ്രബോധനം ചെയ്ത ആൾക്കാരോട് പ്രബോധനം ചെയ്യാത്ത സാലിഹീങ്ങൾ ചോദിച്ചു ലിമ തഅബൂന ഖൗമൻ ഒരു ജനസമൂഹത്തിനോട് നിങ്ങൾ എന്തിനാണ് ഉപദേശിക്കുന്നത് അല്ലാഹു മുഗ്ലികുഹും അല്ലാഹു അവരെ നശിപ്പിക്കും ഔ മുഅദ്ദിബുഹും അദാബൻ ശദീദാ അല്ലാഹു അല്ലെങ്കിൽ അവരെ കഠിനമായി ശിക്ഷിക്കും قالوا معذرة إلى ربكم പ്രബോധകന്മാർ പറഞ്ഞു നിങ്ങളുടെ രക്ഷിതാവിനോട് കാരണം ബോധിപ്പിക്കാനാണ് ഇത്രയും വലിയ അധർമ്മവും തിന്മയും പാപങ്ങളും പരസ്യമായി നടന്നിട്ടും എന്തുകൊണ്ട് നിങ്ങൾ ഉപദേശിച്ചില്ല എന്ന് പടച്ചവൻ ചോദിക്കുമ്പോൾ പടച്ചവനോട് കാരണം ബോധിപ്പിക്കും വലഅല്ലഹും യത്തഖൂൻ ആ പ്രബോധനത്തിലൂടെ അവർ മുത്തഖീങ്ങളായേക്കാം ദഅവത്തിന്റെ ഒരു ശക്തിയാണ് തിന്മ ഉന്മൂലനം ചെയ്യപ്പെടും എന്ന് അവരോട് ഉത്ബോധനം നൽകപ്പെട്ട കാര്യത്തെ അവർ വിസ്മരിച്ച് കളഞ്ഞപ്പോ തിന്മയിൽ നിന്ന് വിലക്കിയ ആൾക്കാരെ നാം രക്ഷപ്പെടുത്തി പ്രബോധകന്മാരെ രക്ഷപ്പെടുത്തി പ്രബോധനം ചെയ്യാത്തോ രക്ഷപ്പെടുത്തിയോ ഇല്ലയോ എന്ന് പറഞ്ഞിട്ടില്ല മുഫസ്സിരീങ്ങൾ പറയുന്നു പ്രബോധനം ചെയ്യാത്ത ആൾക്കാരും ആ തിന്മയോടുള്ള നീരസം കൊണ്ടാ പറഞ്ഞത് ഇവന്മാർ അല്ലാഹു നശിപ്പിക്കും തിന്മയോടുള്ള നീരസം കൊണ്ടാണ് അതുകൊണ്ട് അവരെയും അല്ലാഹു നശിപ്പിച്ചിട്ടില്ല ഇബ്നു സൈദ് എന്ന് പറയുന്ന ഒരു മുഫസ്സിർ പറയുന്നുണ്ട് അഥവാ ഈ പ്രബോധനം ചെയ്യാത്ത ആൾക്കാരെയും അല്ലാഹു നശിപ്പിച്ചു എങ്കിൽ നമ്മുടെ വീട്ടിലും നമ്മുടെ കുടുംബത്തിലും കാണുന്ന തിന്മകളെ വിലക്കാതെ നാം സാത്വികന്മാരായി കഴിഞ്ഞുകൂടിയാൽ എത്ര വലിയ ഗൗരവമുള്ള താക്കീതായിരിക്കും ഈ ആയത്ത് എന്ന് മുഫസ്സിരീങ്ങളിൽ നിന്ന് ഇബ്നു സൈദ് പറഞ്ഞു അൻജൈനല്ലദീന യൻഹൗന അനിസ്സൂ വഅഖബിനല്ലദീന ളലമൂ അക്രമകാരികളെ നാം പിടികൂടി ബിഅദാബിൻ ബഈസിൻ കഠിനമായ ശിക്ഷ നൽകിക്കൊണ്ട് ബിമാ കാനൂ യഫ്സുഖൂന അവർ പ്രവർത്തിച്ച അധർമ്മത്തിന്റെ പേരിൽ ഫലമ്മാ അതൗ അമ്മാ നുഹു വിലക്കപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് അവർ പരിധി ലംഘിച്ചുകൊണ്ട് മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ടപ്പോ അവരോട് നാം നിന്യന്മാരായ കുരങ്ങുകളായി കൊള്ളുക എന്ന് പറഞ്ഞു അല്ലാഹു കുരങ്ങന്മാരായി കൊല്ലുന്നു പാപങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ
കൊടുക്കുന്ന ഒന്ന് മുത്തഖീങ്ങൾക്കാണ്. തഖ്വയുടെ രണ്ടാമത്തെ പ്രയോജനമാണ് ഊഹിക്കാത്ത മാർഗത്തിലൂടെ അല്ലാഹു ജീവിക്കാൻ ആവശ്യമായ ഏർപ്പാടുകൾ അവർക്ക് ഒരുക്കി കൊടുക്കും. ഹലാലായ സമ്പാദ്യം അല്ലാഹു നൽകും. മൂന്നാമത്തെ തഖ്വയുടെ നേട്ടം ആര് ഹൃദയത്തിൽ അല്ലാഹുവിനെ കുറിച്ചുള്ള ഭയം സ്വായത്തമാക്കി ജീവിതത്തെ പാപത്തിൽ നിന്ന് പരിശുദ്ധമാക്കിയോ എല്ലാ കാര്യങ്ങളിലും അല്ലാഹു എളുപ്പം ചെയ്തു കൊടുക്കും. ദാവൂദ് നബി അലൈഹിസ്സലാം പ്രവാചകനായിരുന്ന കൂട്ടത്തിൽ ചക്രവർത്തി കൂടിയായിരുന്നു. വേഷപ്രച്ഛന്നനായ താൻ നീതിമാനായ ഭരണകർത്താവാണോ എന്ന് അന്വേഷിക്കുമായിരുന്നു. ഒരു ദിവസം അദ്ദേഹം കമ്പോളത്തിലൂടെ വേഷപ്രച്ഛന്നനായി യാത്ര ചെയ്യുമ്പോൾ അല്ലാഹു പരീക്ഷിക്കാൻ തീരുമാനിച്ചു. ഒരു മലക്കിനെ മനുഷ്യരൂപം പ്രാപിച്ച് അയക്കുകയുണ്ടായി. മനുഷ്യരൂപം പ്രാപിച്ചെത്തിയ മലക്കിനോട് മലക്കാണ് എന്ന് മനസ്സിലാക്കാതെ ദാവൂദ് നബി അലൈഹിസ്സലാം ചോദിച്ചു, എങ്ങനെയുണ്ട് ദാവൂദിന്റെ ഭരണം? ആ മനുഷ്യരൂപം പ്രാപിച്ചെത്തിയ മലക്ക് പറഞ്ഞു, നല്ല നീതിമാനായ ഭരണകർത്താവാണ്. പക്ഷേ ജനങ്ങളുടെ പൊതുഭണ്ഡാരത്തിൽ നിന്നാണ് അദ്ദേഹം അന്നം കഴിക്കുന്നത്. അദ്ദേഹം സ്വന്തമായി കൈകൊണ്ട് അധ്വാനിച്ച് പണ്ട് അദ്ദേഹം അന്നം കഴിച്ചിരുന്നു എങ്കിൽ, കുടുംബത്തെ പോറ്റിയിരുന്നുവെങ്കിൽ എത്രയോ നന്നായിരുന്നു. ദാവൂദ് നബി അലൈഹിസ്സലാം അല്ലാഹുവോട് ദുആയിരുന്നു, പടച്ചവൻ ഇരുമ്പിനെ ലോലമാക്കി കൊടുത്തു. ഇരുമ്പിന്റെ കട്ടി അദ്ദേഹത്തിന്റെ കയ്യിൽ വരുമ്പോൾ കുഴഞ്ഞ മാവ് പോലെയാണ്. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, നമ്മൾ കവചങ്ങൾ നിർമ്മിക്കുക, വിൽപ്പന നടത്തുക, അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് ജീവിക്കുക. കവചങ്ങൾ നിർമ്മിക്കുക. അതിന്റെ കണികകൾ നിങ്ങൾ കൃത്യമായി അളന്ന് തൂക്കി നിശ്ചയിക്കുക. കൃത്യമായി അതിനെ നിങ്ങൾ രൂപപ്പെടുത്തിയെടുക്കുക. നിങ്ങൾ സുഹൃത്തുക്കൾ പ്രവർത്തിക്കുക. തീർച്ചയായും നിങ്ങൾ പ്രവർത്തിക്കുന്നതിന് ഞാൻ കാണുന്നുണ്ട്. ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ കാര്യങ്ങളിലും എളുപ്പം ചെയ്തു. തഖ്വയുടെ നാലാമത്തെ പ്രയോജനമാണ് നമ്മുടെ പാപങ്ങളൊക്കെ അല്ലാഹു പുറത്തുതരും. ഏതൊരാണ് ഹൃദയത്തിൽ തഖ്വ സ്വായത്തമാകുന്നോ അല്ലാഹു അവരുടെ പാപങ്ങൾ പുറത്തു കൊടുക്കും. അഞ്ചാമത്തെ പ്രയോജനം അല്ലാഹു പ്രതിഫലം വർദ്ധിപ്പിച്ചു. അല്ലാഹു അവർക്ക് പ്രതിഫലം ഇരട്ടിയാക്കി നൽകും. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഹൃദയത്തിൽ ആർജിച്ചെടുക്കേണ്ടുന്ന ഒരു ഗുണമാണ് അല്ലാഹുവിനെ കുറിച്ചുള്ള പേടി. ആ പേടിയിലൂടെ നമ്മുടെ ജീവിതം പാപങ്ങളിൽ നിന്ന് മുക്തമായി കഴിഞ്ഞാൽ അല്ലാഹു നമുക്ക് എല്ലാ പ്രയാസങ്ങളിൽ നിന്നും പാപങ്ങളിൽ നിന്നും രക്ഷപ്പെടാനുള്ള മാർഗം ഒരുക്കുക. ജീവിക്കാൻ നല്ല വിഭവസമൃദ്ധമായ ജീവിത ഉപാധികൾ ഒരുക്കുന്നത്. എല്ലാ കാര്യങ്ങളിലും അല്ലാഹു എളുപ്പം ചെയ്യും. നമ്മുടെ എല്ലാ പാപങ്ങളും അല്ലാഹു പുറത്തുതരും. അല്ലാഹു നമ്മുടെ പ്രതിഫലത്തിനെ ഇരട്ടിപ്പിക്കുകയും ചെയ്യും. സർവശക്തനായ അല്ലാഹു തൗഫീഖും ഹിദായത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. വആഖിറു ദുആഇ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.